വർഷങ്ങളായി പുറം ലോകത്തേക്ക് എത്താതിരുന്ന ശ്യാമെന്ന ഭിന്നശേഷിക്കാരൻ ഇനി പുറം ലോകം കാണും. അതിന് വഴിയൊരുക്കിയതാകട്ടെ അവന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന RS അബിൻ എന്ന വാടങ്കവും. കൊല്ലം മയ്യനാട് വലിയവിളയിൽ കൊന്നയിൽ വീട്ടിൽ ശ്യാമെന്ന 38-കാരൻ ജന്മന വൈകല്യങ്ങളോടെ പിറന്നവനായിരുന്നു. ഇങ്ങനെ സഞ്ചരിച്ച് പുറം ലോകത്തെ കാഴ്ചകളൊക്കെയും കാണുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ വഴി തകർന്ന് കുണ്ടും കുഴിയുമായി. ഇതോടെ പുറം ലോകത്തെ കാഴ്ചകളും പതിയെ നിലച്ചു. പിന്നീട് വീടിനുള്ളിൽ തന്നെയായി. പലപ്പോഴും ആരെങ്കിലും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴും മുടിമുറിക്കാൻ പോകുമ്പോഴുമാണ് റോഡിലെ കാഴ്ചകൾ കണ്ടിരുന്നത്. അന്ന് ഭരിച്ചിരുന്ന വാർഡംഗത്തോട് പലവട്ടം റോഡ് ശരിയാക്കി തരാൻ പറഞ്ഞിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് അവരത് ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച നാടിന്റെ പ്രിയപ്പെട്ടവൻ RS അബിനായിരുന്നു ശ്യാമിന്റെ അവസ്ഥ മനസ്സിലാക്കി ശ്യാമിന്റെ വീടിനു മുന്നിലൂടെയുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് ഉറപ്പ് നൽകിയത്. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്. കാര്യം വെച്ചുകൊണ്ട് അവന് പുറത്തോട്ട് പോവാനൊക്കെ വലിയ, പിന്നെ ഈ കാലിന് മുട്ടിൽ വന്ന വലിയ പ്രശ്നമാണ്. മുട്ട് പഴുക്കും. ഈ വെളിയിലൊക്കെ പോകുമ്പോൾ കൂടുതൽ ഈ അണുക്കളൊക്കെ തട്ടിയിട്ടായിരിക്കും കൂടുതലും പഴുക്കുന്നത്. ഈ രണ്ട് മുട്ടും തള്ളി പഴുക്കുമ്പോഴത്തേക്ക് ക്ഷീടങ്ങോണ്ട് അത് എത്ര വട്ടം കീറി അത് ഇതാക്കിയിട്ട് ഒരു പ്രാവശ്യം അത് കീറുന്നതിന് 2500 രൂപ അവിടെ അടയ്ക്കുന്നത്. വഴി കോൺക്രീറ്റ് ചെയ്തതോടെ ശ്യാം ആരുടെയും സഹായമില്ലാതെ ഈ വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങി സമീപത്തെ ഉത്സവങ്ങളും കാണും. റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ കാണും. തന്റെ പഴയ സുഹൃത്തുക്കളെയും കാണും. ഇതിനെല്ലാം വഴിയൊരുക്കിയ RS അബിനെയും ഈ വഴിയിലൂടെ ചെന്ന് കാണും. അത്രത്തോളം സ്നേഹമാണ് ശ്യാമിന് അബിൻ എന്ന ജനകീയ അംഗത്തോട്. മഴക്കാലമായാൽ വീടിനു പുറത്തെ ശൗചാലയത്തിൽ പോകുവാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. വീടിനകത്ത് തന്നെ ഒരു ശൗചാലയം വേണമെന്നതാണ് ഇനിയുള്ള ശ്യാമിന്റെ ആവശ്യം. ഇഴഞ്ഞു നീങ്ങുമ്പോൾ കാലിൽ പലപ്പോഴും മുറിവുകൾ ഉണ്ടാകും. മുട്ടിന്റെ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പും ആരെങ്കിലും വാങ്ങി നൽകിയാലെന്ന് ആഗ്രഹിക്കുകയാണ് ശ്യാമും ശ്യാമിന്റെ കുടുംബവും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.